ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയ്ക്ക് തരാൻ ഒരു വാക്ക് എൻ്റെ കയ്യിലുള്ളൂ. ആരൊക്കെ എന്ത് സമ്മർദ്ദം ഉണ്ടാക്കിയാലും എന്ത് ബഹളങ്ങളുണ്ടായാലും ജ്യോതി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ജ്യോതിക്കുള്ള സ്നേഹത്തിൽ ഞാൻ പിശുക്ക് കാണിക്കില്ല. മതി മോനെ, വന്നതിനും കണ്ടതിനും ഒക്കെ പകരമായിട്ട് എനിക്ക് ഈ വാക്ക് മതി. വണ്ടി എടുത്തോ. വാ. വന്നൂന്ന് ചോദിച്ചാ വന്നു, പൊടി തട്ടി അങ്ങ് പോവുകയും ചെയ്തു. ഇനിയിപ്പൊ എന്തുണ്ടായാലും നമ്മൾ അനുഭവിക്കണം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി ആരെ കേൾപ്പിക്കാനാ? ഇവിടെ നിർത്തൂ. ആന്റി, ഒന്നിറങ്ങൂ. ഐ എം സോറി ആന്റി. അമ്മ ആന്റിയെ വിളിച്ചത് ഞാൻ അറിയാതെയാ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. വിളിച്ചതിൽ ഒരു വിഷമവുമില്ല. ജീവൻ അങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു, യാത്ര പറച്ചിലും മറ്റും. ജ്യോതി വല്ലാതെ കരഞ്ഞു. പറയുന്നത് കേട്ടപ്പോ എനിക്കും സങ്കടം തോന്നി. അത് പോട്ടെ, അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്ത് ആന്റി അത് ക്ഷമിക്കണം. ജ്യോതിയുടെ കാര്യത്തിൽ ആന്റിക്ക് പേടിയൊന്നും വേണ്ട. ഞാൻ അവളെ സ്വീകരിച്ചത് നല്ല മനസ്സോടെയാ. ഇന്നുവരെ ഒരു മുഷിഞ്ഞ വാക്ക് ഞാൻ ജ്യോതിയോട് പറഞ്ഞിട്ടില്ല. അവള് പറഞ്ഞു. ആ സമാധാനത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. പിന്നെ ആന്റിക്കറിയാലോ എന്തെങ്കിലും ഒരു സഹായത്തിന് ഓടി വരാനുള്ള എന്റെ ബുദ്ധിമുട്ട്. അതൊക്കെ എനിക്കറിയാം മോനെ. എന്റെ മോളെ കാത്തു രക്ഷിച്ചോളാം എന്ന് പറയുന്നതിന് മേലെ മനു എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് കരഞ്ഞവളാ എന്റെ മോള്, ഒരുപാട് കഷ്ടപ്പെട്ടവളാ. മോനെയും മോളെയും കുറിച്ച് വാതോരാതെ സംസാരിച്ചൊരമ്മയായിരുന്നു ഞാൻ. ആഗ്രഹിച്ചതുപോലെ മക്കളെ വളർത്തി വലുതാക്കിയെന്ന് ഒരഭിമാനം ഉണ്ടായിരുന്നു. ഇടയിലൊരു തകർച്ച തുടങ്ങിയിട്ട് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. കരഞ്ഞു കരഞ്ഞു മടുത്തു. ഒരുത്തൻ എന്നേക്കുമായി പോയി. ഇനിയുള്ളത് എന്റെ മോളാ. അവളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്നത്. ആന്റി, അച്ഛനും ഞാനും അമ്മയോട് പറയാവുന്നത്ര പറയുന്നുണ്ട്. പിന്നെ അമ്മയുടെ ഒരു ശീലം, കൂടുതൽ ബഹളം വെച്ചാ അത് ജ്യോതിയെ തന്നെയായിരിക്കും ബാധിക്കുക. വെട്ടിമുറിച്ചിട്ട് പോകാനും പറ്റില്ലല്ലോ. എനിക്ക് എന്റേതായ കടപ്പാടില്ലേ. മോൻ അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഇത്രയും എന്നോട് സംസാരിക്കാനുള്ള കാരുണ്യം കാണിച്ചല്ലോ. കാരുണ്യോ? അമ്മ എന്ത് വാക്കൊക്കെ ഈ പറയുന്നേ? എന്നെ അമ്മ മകനായിട്ട് തന്നെ കണ്ടാ മതി. അമ്മയ്ക്ക് തരാൻ ഒരു വാക്ക് എൻ്റെ കയ്യിലുള്ളൂ. ആരൊക്കെ എന്ത് സമ്മർദ്ദം ഉണ്ടാക്കിയാലും എന്ത് ബഹളങ്ങളുണ്ടായാലും ജ്യോതി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ജ്യോതിക്കുള്ള സ്നേഹത്തിൽ ഞാൻ പിശുക്ക് കാണിക്കില്ല. മതി മോനെ, വന്നതിനും കണ്ടതിനും ഒക്കെ പകരമായിട്ട് എനിക്ക് ഈ വാക്ക് മതി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പോട്ടെ.
നൈറ്റ് അവരെങ്ക പോകുമെന്ന് വിചാരിച്ചില്ല. അത് ഇതൊക്കെയായിരിക്കും. അവനവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ അവരെല്ലാം വല്ലാതെ പേടിച്ചുപോയി. ഭക്ഷണം വാങ്ങിക്കഴിച്ച് ജ്യോതിയോട് യാത്ര പറഞ്ഞവൻ പോവുകയും ചെയ്തു. ജ്യോതിയോട് അവൻ പറഞ്ഞത് ഇനി അവൻ ആർക്കു മുൻപിലേക്കും വരില്ല എന്ന. അതെന്തുദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല. പോയമ്മ നോണേ, അവർ അന്ത മാതിരി എന്നതെല്ലാം ചൊല്ലിയിருக்கு. വെറുതെ ഇരിക്കു ശരവണ. എടാ ഹരി, ഭാർഗവൻ എന്തിനാ നിങ്ങളെ വിളിപ്പിച്ചേ? ഈ ജീവൻ അവിടെയും ചെന്നായിരുന്നോ? എന്താ ഹരി, ഒന്നും ഒളിച്ചു വെക്കാൻ നിങ്ങൾ നോക്കണ്ട. പരസ്പരം അറിയാത്ത ഒരു കാര്യവും വേണ്ട. ആന്റി, ജീവൻ ഇന്നലെ പാടത്തുണ്ടായിരുന്നു. ആ, പാടത്ത് നിൽക്കുന്ന ഞാനാണെന്ന് കരുതി ഭാർഗവൻ സാർ അടുത്ത് ചെല്ലുകയും ചെയ്തു. അപ്പോ ഒന്നും മിണ്ടാതെ അവനവിടെ നിന്ന് പോയി. ഞങ്ങൾ പാടത്ത് ചെന്ന് നോക്കിയപ്പോ ഇതവിടെ ഉണ്ടായിരുന്നു. നീ നട്ടതൊക്കെ ഞാൻ വേരോടെ വീഴും. അത് ശരി. അപ്പോ ജ്യോതിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് യാത്ര പിരിച്ചെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയത് വല്ല മനമാറ്റവും വന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്ന. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. കൊടുക്ക പാക്കട്ടും. ഇത് എന്നാ എഴുതിയിരിക്ക്? ഇതോ, നീ നട്ടതൊക്കെ ഞാൻ വേരോടെ പിഴുതുന്നു. അയ്യോ അപ്പാ, അതായത് ഇപ്പോ ഈ കുടുംബത്തിന് ആശ്വാസം കൊടുക്കുന്നത് ഹരിയാണല്ലോ. ആ, അതില്ലാണ്ടാക്കുന്നായി പറയുന്നു. ഹരി, ഏതായാലും കുറച്ചു കാലത്തേക്ക് നമ്മളൊക്കെ ഒന്ന് സൂക്ഷിച്ചേ പറ്റൂ. ആ, നമുക്ക് നോക്കാം ആന്റി. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തേക്ക്. അതെങ്ങനെയാ സുജാതെ? ഈ കത്തെഴുത് ജീവനാണെന്ന് എന്താ ഉറപ്പെന്ന് ചോദിച്ചുകൊണ്ട് അവര് ചിലപ്പം ഹരിയായിരിക്കും ചോദ്യം ചെയ്യുക. ഇപ്പോ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല രാമകൃഷ്ണേട്ടാ, ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാ. ഓ, നാളെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. മോനെ ഹരി, നീ പോണം.